നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് പ്രസ്മാൻ പരീക്ഷയുടെ ആൻസർ കീ ആണ്. 1. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? ഓപ്ഷൻ ബി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. 2. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി, മാതൃഭൂമി. 3. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി, നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം. 4. താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇത് ബന്ധപ്പെട്ടതാണ്. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണം നടത്താം. റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധമില്ല. വിചാരണ കൂടാതെ തടവിലിടാം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. 5. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ഡോക്ടർ BR അംബേദ്കർ. 6. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. ഓപ്ഷൻ ബി. 7. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. 8. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: 1. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവയ്ക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഓപ്ഷൻ സി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവനകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക. എ, നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഇത് ബന്ധപ്പെട്ടതാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഇത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ അല്ല. ഡി, തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ആൻസർ വരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ്. 10. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. 11. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഓപ്ഷൻ ഡി, പാർലമെന്റ്. 12. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, മൗലിക കടമകൾ. 13. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം. ഓപ്ഷൻ സി, അയ്യ വൈകുണ്ഠസ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമിയുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഓപ്ഷൻ എ, വേദാധികാര നിരൂപണം. 15. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വാക്കുകൾ ആണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി, മഹാത്മാ അയ്യങ്കാളി. 16. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. 17 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം? ഓപ്ഷൻ സി ആലുവ. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി, ഭൂഷൺ രാംകൃഷ്ണ ഗവായി. ഓപ്ഷൻ എ ആണ്. 19 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആര്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഓപ്ഷൻ ബി ജനുവരി 26, 1950. 21 സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 22 താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. 23 ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ സി BR അംബേദ്കർ. 24 വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി. 25 ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി കേരളം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ഓപ്ഷൻ സി ജാർഖണ്ഡ്. 27 താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ഗതാഗതം. 28 കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം. 29 ഹോർത്തൂസ് മലബാറിസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ വിവരിച്ചിരിക്കുന്നു? ഹോർത്തൂസ് മലബാറിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി 742. 30 സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഓപ്ഷൻ ബി തമിഴ്. 31 താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ ബി സഹകരണ ബാങ്കുകൾ. 32 കേരളത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ. 33 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. 34 T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി. 35 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിന് 2025 ജേതാവ്? ഓപ്ഷൻ സി ഷാജി N കരുൺ. 36 കുടുംബശ്രീ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല? ഓപ്ഷൻ ബി കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഓപ്ഷൻ സി വിഴിഞ്ഞം. 38 മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ഋതുക്കൾ. 39 ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി? ഓപ്ഷൻ സി ഗോദാവരി. 40 പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം? ഓപ്ഷൻ സി കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി? ഓപ്ഷൻ ബി അറബിക്കടൽ. 42 താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്?
മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര? ഓപ്ഷൻ എ ആരാവല്ലി നിരകൾ. 43 താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഉത്തര സമതലം. 44 കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഓപ്ഷൻ സി നെല്ല്. 45 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ഡി പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാർ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര? ഓപ്ഷൻ എ പശ്ചിമഘട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ വിനോദ നികുതി. 49 സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ ഡി തീരദേശ പ്രദേശങ്ങൾ. 51 ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഇനി ഞാൻ ഒഴുകട്ടെ. 52 ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. 53 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ ബി ഡോക്ടർ MS സ്വാമിനാഥൻ. 54 കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ഓപ്ഷൻ എ കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടൻ. 55 മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത്? ഓപ്ഷൻ സി ഡയഫ്രം. 56 ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 2 മാത്രം മുളക് ഉജ്ജ്വല ശരിയായ ജോഡി. 57 മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ മസനോബു ഷിക്കുവോക്ക. 58 ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ഓപ്ഷൻ സി 20.9%. 59 താഴെ പറയുന്നവയിൽ ഏത് വിറ്റമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി വിറ്റമിൻ സി. ശുക്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ. 61 താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ സി ഹാൻകാങ്. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റർ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 8. 63 തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിന്റെ ധാതു ഏത്? ഓപ്ഷൻ സി ക്രയോലൈറ്റ്. 1 calorie is equal to dash joule. 1 calorie is equal to 4.2 joule. 65 പാമ്പ് ഇര പിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദ പ്രേക്ഷണം പ്രയോജനപ്പെടുത്തുന്നു. ഓപ്ഷൻ എ തറയിലൂടെ. 66 മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി kg കിലോഗ്രാം. 67 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്ത്? ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത്. 68 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏത്?
ഓപ്ഷൻ ബി MSc ക്ലോഡ് ഗിറാർഡെറ്റ്. 69 എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. 70 കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ സി അമിത രക്തസമ്മർദ്ദം. 71 എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? ഓപ്ഷൻ സി HIV ബാധിതരായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. HIV ബാധിതരായിട്ടുള്ളവരുടെ ലൈംഗിക ബന്ധത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന ജനകിത രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ എ ഹീമോഫീലിയ. 73 പുകവലി മൂലം ശ്വാസകോശത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത്? ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസർ. 74 ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? BCG വാക്സിൻ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? BCG വാക്സിൻ. 75 താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി മലേറിയ. 76 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേനകൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആരോഗ്യ കിരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ ഉൾപ്പെടുന്നത് PHCകളെ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക. ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. 78 കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി കുഷ്ഠം. 79 2024 പാരീസ് പാരാ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമേത്? 2024 പാരീസ് പാരാ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം? ഓപ്ഷൻ ഡി ചൈന. 80 വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം.